നഴ്സിംഗ് അനാട്ടമിയിലെ ഏറ്റവും കടുപ്പമേറിയ 8 അസ്ഥികളുടെ പേരുകൾ വെറും 10 സെക്കൻഡിനുള്ളിൽ കാണാപ്പാഠം പഠിക്കാൻ ഒരു സീക്രട്ട് കോഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഫസ്റ്റ് ഇയർ അനാട്ടമി ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒന്നാണ് കൈത്തണ്ടയിലെ 8 കാർപ്പൽ ബോൺസ്. സ്കഫോയിഡ്, ന്യൂനേറ്റ് എന്നിങ്ങനെ വായിൽ ഒതുങ്ങാത്ത പേരുകൾ കേൾക്കുമ്പോൾ തന്നെ പലർക്കും തല കറങ്ങും. പരീക്ഷയ്ക്ക് ഇതിന്റെ ഓർഡർ മാറിപ്പോകുന്നതും ട്രപ്പീസിയം ആണോ ട്രപ്പീസോയിഡ് ആണോ ആദ്യം വരുന്നതെന്ന സംശയം തോന്നുന്നതും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കിടയിൽ സ്ഥിരം സംഭവമാണ്. ഈ പേരുകൾ ഇനി ഒരിക്കലും മറക്കാതിരിക്കാൻ ഈ ഒരു ഇംഗ്ലീഷ് വാചകം ഓർത്തു വെച്ചാൽ മതി. ഷീ ലുക്സ് ടു പ്രെറ്റി, ട്രൈ ടു ക്യാച്ച് ഹെർ. ഇതൊരു മാജിക് ഫോർമുല പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഷീ ഫോർ സ്കഫോയിഡ്, ലുക്സ് ഫോർ ലൂണേറ്റ്, ടു ഫോർ ട്രിക്വിട്രം, പ്രെറ്റി ഫോർ പിസിഫോം, ട്രൈ ഫോർ ട്രപ്പീസിയം, ടു ഫോർ ട്രപ്പീസോയിഡ്, ക്യാച്ച് ഫോർ ക്യാപിറ്റേറ്റ്, ഹെർ ഫോർ ഹെമേറ്റ്. ഇങ്ങനെ പഠിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ ഓർഡർ നിങ്ങൾക്ക് തെറ്റില്ല. പരീക്ഷയ്ക്ക് ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഇതൊരു തിയറി മാത്രമല്ല. നാളെ നിങ്ങൾ കാഷ്വാലിറ്റിയിൽ നിൽക്കുമ്പോൾ കൈകുത്തി വീണ് വരുന്ന ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ കൃത്യമായി ഏത് അസ്ഥിക്കാണ് പൊട്ടൽ സംഭവിച്ചതെന്ന് എക്സ്റേയിൽ നോക്കി തിരിച്ചറിയാൻ ഒരു നഴ്സിംഗിന് ഈ അറിവ് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സ്കഫോയിഡ് ഫ്രാക്ചർ ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് സഹായിക്കും. ഇതുപോലെ തന്നെ തലച്ചോറിലെ 12 ക്രേനിയൽ നെർവ്സ് ഓർത്തു വെക്കാൻ വളരെ രസകരമായ മറ്റൊരു കോഡ് കൂടിയുണ്ട്. ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിളായി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യൂ.